നമസ്കാരം. രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ചാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. 2017 ശേഷം രാഹുലിന്റെ കാലമാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന ഒരു വലിയ സംസാര വിഷയമാണ് മമതയുടെ നീക്കങ്ങൾ. അതായത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് അടിവേര് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി തങ്ങളുടെ സീറ്റുകൾ പങ്കിടാൻ മമത തയ്യാറാവുന്നില്ല. മമത കോൺഗ്രസുമായി അടുക്കുന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് കുറെ തവണ സംസാരിച്ചെങ്കിലും വ്യക്തമായിട്ടുള്ള ഒരു വിവരങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി രണ്ടും കൽപ്പിച്ച് ബംഗാളിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അമിത്ഷയ്ക്ക് രഥയാത്രയ്ക്ക് അനുമതി കിട്ടിയതോടുകൂടി അവിടെ BJPയും അവരുടെ അടിവേര് ഉറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. തൃണമൂലിനെ നേരിട്ട് BJPക്ക് ആധിപത്യം സ്ഥാപിക്കാനുള്ള അമിത്ഷയുടെ രഥയാത്രയുമായി അമിത്ഷാ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന് ഒരു ഇടം അവിടെ അത്യാവശ്യമാണ്. കാരണം 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറുതായ ഒരു ഘടകമൊന്നുമല്ല. അത് നേരിട്ട് വിജയിച്ച് ഇന്ത്യ രാജ്യത്തു നിന്നും BJPയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമവും കൂടിയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മമതയുടെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ആദ്യഘട്ടങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ മമതയുമായി അടുക്കാൻ ശ്രമിച്ചെങ്കിലും ആ അടുപ്പത്തിന് യാതൊരു തരത്തിലുള്ള ഒരു നീക്കുപോക്കങ്ങളും തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തത് കൊണ്ട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ് രാഹുൽ ഗാന്ധി ബംഗാളിൽ. അതായത് ബൂത്ത് തല പ്രവർത്തനം തുടങ്ങി അടിവേരിൽ നിന്ന് തന്നെ അടിവേര് ഉറപ്പിച്ചതിന് കൊണ്ട് തന്നെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങി ശക്തമായിട്ടുള്ള ഒരു നീക്കങ്ങൾ ബംഗാളിൽ ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് കോൺഗ്രസിന് ബംഗാളിലുള്ളത്. അതായത് മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ രാഹുൽ ഗാന്ധിക്കുണ്ട്. എന്നാൽ അങ്ങനെ ലഭിക്കുമ്പോൾ അത് തിരിച്ചടിയാകുന്നത് തൃണമൂൽ കോൺഗ്രസിനായിരിക്കും. പക്ഷേ കോൺഗ്രസ് ശക്തമായ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് രഥയാത്രയ്ക്ക് ശേഷം രാഹുലിന്റെ ഒരു വലിയ രീതിയിലുള്ള സമ്മേളനങ്ങൾ പല സ്ഥലങ്ങളിലായി നടത്താൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ രഥയാത്രയ്ക്ക് ശേഷമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ആശയവിനിമയം പൊതുജനങ്ങളുമായി രാഹുലിന് നടത്താൻ സാധിക്കും. അത് BJPയുടെ വോട്ട് ബാങ്കിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും. അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് അവിടുത്തെ ബംഗാളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനസംഖ്യയുടെ 1% അത് മുസ്ലിം വോട്ടിന്റെ ഒരു വലിയ വാല്യൂ അവിടെയുണ്ട്. മുസ്ലിം വോട്ടിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ കൂടുതൽ ലഭിക്കുന്നവർക്ക് അവിടെ ഭരണം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ബംഗാളിലുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പുതിയ നടപടികൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് വരും. അത് തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടി ലഭിക്കുമെന്ന ഒരു കണക്ക് കൂട്ടലായിരിക്കാം മമത രാഹുലിനെ അകറ്റി നിർത്താനുള്ള കാരണം. അതോടൊപ്പം തന്നെ തമിഴ്നാട് DMK അധ്യക്ഷൻ സ്റ്റാലിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയാണെന്നുള്ളത്. ഇത് മമതയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചൊടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. മമത 3 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ ഈ വിജയം അതിനെക്കുറിച്ച് ഒരു രീതിയിലും, അതായത് ഉദ്ധവ് താക്കറെ, ശിവസേനയുടെ ഉദ്ധവ് താക്കറെ പോലും കോൺഗ്രസിനെ അനുമോദിച്ച് രംഗത്ത് വന്നപ്പോൾ മമത ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. അതിൽ നിന്ന് വ്യക്തമാണ് മമതയ്ക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റണമെന്നുണ്ടെങ്കിൽ അതിന് കോൺഗ്രസ് ഒരു തടസ്സമാണ്. കോൺഗ്രസിനെ മാറ്റി രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തി തൃണമൂലിന് ഒരു പടയോട്ടം ബംഗാളിൽ ഉണ്ടാക്കണം. അത്തരത്തിലുള്ള ഒരു പടയോട്ടം ബംഗാളിൽ തൃണമൂലിന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തേണ്ടത് തൃണമൂലിന്റെ അവിഭാജ്യ ഘടകമാണ്. ആദ്യ നിമിഷത്തിൽ നമ്മളൊക്കെ മമതയോടൊപ്പം നിന്നതാണ്. അതായത് BJPയുടെ രഥയാത്ര എന്ന് പറയുമ്പോൾ വർഗീയ വിഷം ചീന്തുന്നു എന്നായിരുന്നു മമത പറഞ്ഞതെങ്കിലും പിന്നീട് ഒരു മൗനാനുവാദം അമിത്ഷയ്ക്ക് നൽകിക്കൊണ്ട് രഥയാത്ര കടന്നു പോകാനുള്ള അനുമതിക്ക് അനുകൂലം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ലക്ഷ്യം കോൺഗ്രസ് ആണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിന് തയ്യാറല്ല. രാഹുൽ ഗാന്ധി നേരിടാൻ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ
കേരളത്തിൽ പോലും രാഷ്ട്രീയ നിരീക്ഷണത്തിന്, രാഷ്ട്രീയ നീക്കങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി വ്യത്യസ്തമാർന്ന ഒരു കോൺഗ്രസിനെ രൂപത്തിലെടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ ശക്തിപ്പെടുത്താനുള്ള നീക്കം നടത്തുന്ന രാഹുൽ ഗാന്ധി ബംഗാളിനെ വിടാൻ തയ്യാറല്ല. ബംഗാളിലേക്ക് കൃത്യമായി പറഞ്ഞാൽ വളരെയധികം വലിയ ഒരു പദ്ധതിയോട് കൂടിയായിരിക്കും രാഹുൽ പോവുക. ബൂത്ത് തല പ്രവർത്തനം വളരെ ശക്തമായ നിലയിൽ കൊണ്ടുപോയി അടിവേരുറപ്പിച്ചതിന് ശേഷമായിരിക്കും രാഹുലിന്റെ മുന്നേറ്റം ഉണ്ടാകുക. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് തൃണമൂൽ ചിലപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ കോൺഗ്രസുമായി വിട്ടുനിൽക്കും, കോൺഗ്രസുമായി നിൽക്കില്ല. ഇനി 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ചിലപ്പോൾ യു പി എയിലേക്കുള്ള ഒരു കടന്നുവരവ് അപ്രതീക്ഷിതമായി ഉണ്ടായേക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.